ലോക ക്രിക്കറ്റിൽ ഏറ്റവും പ്രൊഫഷണലായ സിസ്റ്റം ഏതെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ എന്നതായിരിക്കും മിക്ക ആളുകൾക്കും മറുപടി പറയാനുണ്ടാവുക. ഓസ്ട്രേലിയയുടെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു മലയാളി ഉണ്ട് എന്നത് ഒരുപാട് പേർക്ക് അറിയണമെന്നില്ല. കെ ജിയാസ്. രാജസ്ഥാൻ റോയൽസ് തന്നെ ഡെവലപ്മെന്റ് സ്ക്വാഡിൽ വെക്കുന്നു, ഒരുപാട് മാച്ചസ് കളിക്കുന്നു, രാഹുൽ ദ്രാവിഡ് പോലുള്ള വലിയ വലിയ പ്ലേയേഴ്സിൻ്റെ കൂടെ. അതൊക്കെ വലിയൊരു അച്ചീവ്മെൻ്റ് എനിക്ക്. ജസ്റ്റിൻ ലാംഗർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് തൊട്ട് നമ്മുടെ സ്ക്വാഡ് 15 അല്ല 17 മെമ്പർ സ്ക്വാഡാണ്. ജിയാസും പ്രദീപ് സാഹുവും നമ്മുടെ ഫാമിലിയിലോട്ട് വരികയാണെന്ന് പറഞ്ഞു. 3 വർഷത്തെ 2019 വേൾഡ് കപ്പ് വരെ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് കിട്ടും. എന്താണ് സംഭവിച്ചത്? IPL ശേഷം ഞാൻ 2 വർഷം എനിക്ക് ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. 2015 IPL ശേഷം എന്നെ കേരള ടീം ഒരു ചാൻസ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കുറ്റം പറയല്ല, ഇതാണ് സത്യം. ഒരു ഇൻ്റർനാഷണൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ വേൾഡ് ക്ലാസ് ടീമിൻ്റെ കൂടെ ഒരാൾക്ക് പോലും അവിടെ ഇരിക്കാൻ അവസരമില്ല കേരളയിൽ. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഇത്ര കുട്ടികൾ ചോദിച്ചു വരുന്നുണ്ട് ജിയാസ് കെയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ. അതെൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ. BMW പ്രോപ്പർട്ടീസ് ഡെവലപ്മെൻറ്റിൻ്റെ ക്രിക്കറ്റ് ഫുൾ മാനേജ് ചെയ്യുന്നത് ഞാനാണ്. ഓസ്ട്രേലിയൻ ടീമിൻ്റെ ടെസ്റ്റ് ജേഴ്സിയിൽ എല്ലാവരും സൈൻ ചെയ്ത ഒരു ടെസ്റ്റ് കുപ്പായം ഇങ്ങോട്ട് തന്നു. അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചം. കാരണം ലൈക്ക് വി ഹാവ് എ പ്ലാൻ, പക്ഷേ ഗോഡ് ഹാസ് അനദർ പ്ലാൻ. കറക്റ്റ്, തീർച്ചയായിട്ടും. ഹലോ കെ ജിയാസ്, വെൽക്കം ടു സ്പോർട്ട്കാസ്റ്റ്. ഹായ്, താങ്ക് യു. സോ കേരളത്തിൽ നിന്ന്, കോഴിക്കോട്ടിൽ നിന്നും കേരളത്തിലെ ഫസ്റ്റ് ചൈന ബോളറാണ്. നമ്മുടെ കുൽദീപ് യാദവിനെ പോലെ ഒരു സ്പെഷ്യൽ സ്കില്ലും ടാലൻറ്റും ഉള്ള ഒരു വ്യക്തി. നിങ്ങൾ പറഞ്ഞനുസരിച്ചിട്ട് നിങ്ങൾ IPL ടീമിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ ടീമിന് വേണ്ടിയിട്ട് അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് നൽകി. അതേപോലെ തന്നെ ബംഗ്ലാദേശ് ടീമിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഒരുപാട് കൊല്ലം ഉണ്ടായിരുന്നു. സോ ഇത്രയൊക്കെ ടീമും ഇത്രയൊക്കെ എക്സ്പീരിയൻസും ഉണ്ടായിട്ടും ആക്ച്വലി നിങ്ങൾക്ക് ഒരു മെയിൻ ഗെയിം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചത്? സത്യത്തിൽ 2015 IPL ടീം കിട്ടുന്നത്. അതിന് മുന്നേ ഒരുപാട് IPL ക്യാമ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാമ്പിലുണ്ടായിരുന്നു. പിന്നെ കേരള ടീമിൽ 2008 അണ്ടർ-19 ടീമിലുണ്ടായിരുന്നു ഞാൻ. അതിനുശേഷം 2015 വരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ എല്ലാ കാറ്റഗറിയിലും അണ്ടർ-19 തൊട്ട് അണ്ടർ-25 വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കേരളത്തിന് വേണ്ടി കളിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് വെറും 2 മാച്ചാണ്. അതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു പക്ഷേ കുറച്ചുകൂടെ കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ലതായിരുന്നേനെ എൻ്റെ ആ സമയത്ത്. 2015 വരെ. 2015 പിന്നെ ഒരു പക്ഷേ എൻ്റെ ലക്കാവാം, അല്ലെങ്കിൽ എൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇച്ചിരിയും കൂടി കറക്റ്റ് അതിൻ്റെ ഇതായിരിക്കാം. അത് 2015 IPL കിട്ടി, ഡൽഹി ഡെയർഡെവിൾസ്. അത് വലിയൊരു സംഭവമായിരുന്നു. അത് കിട്ടിയതൊക്കെ വലിയ കഥയാണ്. പക്ഷേ അതിന് ശേഷവും എനിക്ക് കേരളയിൽ എൻ്റെ ഒരു അവസരം കിട്ടിയില്ല കളിക്കാനുള്ള. ഈ അവസരം കിട്ടിയില്ല എന്ന് പറയുന്ന സമയത്ത് അവസരം കിട്ടിയില്ല എന്നതാണോ അതോ നൽകിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് നമ്മൾ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. നമ്മളിപ്പം സിനിമയിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ സിനിമയിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒരു സ്പോർട്സിലാണെന്നുണ്ടെങ്കിലും ആൾക്കാർ എപ്പോഴും പറയുന്നുണ്ട് ലൈക്ക് നമ്മുടെ ലക്ക് ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ സെലക്ഷൻ, ഇങ്ങനെയുള്ള കുറേ മാറ്റേഴ്സ് ഉണ്ട് എന്നത്. അതെങ്ങനെയെങ്കിലും നിങ്ങൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. എല്ലാ മേഖലയിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം ലക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്നിൽ കോൺഫിഡൻസ് ഇല്ലാത്തതായിരിക്കാം ആ സമയത്ത്. അതല്ലെങ്കിൽ എന്നെക്കാളും കുറച്ചുകൂടെ ചാൻസ് മറ്റുള്ള ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ മറ്റുള്ള ഒരു ബോളറിന് കൊടുക്കാൻ വേണ്ടിയായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഞാനൊരു ഡിഫറെൻറ്റ് ബോളറായിരുന്നു ആ സമയത്ത്, ചൈനാമാൻ. ഞാൻ ഇപ്പോഴും പറയുന്നത് വലിയൊരു റിഗ്രറ്റായിട്ട് തന്നെ എടുക്കുകയാണ്. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ആ സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ചാൻസസ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നന്നായി പെർഫോമൻസ് ചെയ്യാൻ പറ്റിയാണ്. എനിക്ക് ചാൻസ് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നെ പുറത്തിരുത്തും, എന്നിട്ട് ഒരു മാച്ച് തരുമ്പോൾ അത് ഭയങ്കര പ്രഷറോട് കൂടിയാണ് ആ സമയത്ത് കളിക്കുന്നത്. അണ്ടർ-19 ആയാലും 23, 25 ഒക്കെ അണ്ടർ-25 കാറ്റഗറിയൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊരു 8-10ഓളം മാച്ചസുകൾ അടുപ്പിച്ച് പുറത്തിരുന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ആ സമയത്ത് പക്ഷേ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സീനിയേഴ്സ് പ്ലേയേഴ്സ്, കുറച്ച് നല്ല സ്പിൻ ബോളേഴ്സ് ഉണ്ടായിരുന്നു ടീമിൽ. ഒരു പക്ഷേ അതായിരിക്കാം. പക്ഷേ സ്റ്റിൽ അത്ര തന്നെ.
പക്ഷെ അവർ നിങ്ങൾക്കൊരു ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഇങ്ങനൊരു ഇൻഡസ്ട്രിയിൽ, ഇന്ന് ക്രിക്കറ്റ് ആയിക്കോട്ടെ അതേപോലെ ആ സ്പോർട്സ് പരമായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഒരു ഇന്റേണൽ ഇൻഫ്ലുവൻസ് തികച്ചും അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ കയറി പോകാം, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിൽ ഓറിയന്റഡ് ആണോ, കറപ്റ്റഡ് ആണോ, എന്താണ് അങ്ങനെ? ഇതെല്ലാം വേണം. നമുക്ക് ഒരാൾ പുഷ് ചെയ്യാൻ വേണം, നമ്മളുടെ എഫേർട്ട് വേണം, നമ്മളുടെ പെർഫോമൻസ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഒരാൾ നിങ്ങളെ പുഷ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ അത് ഒരു സമയത്തേ ഉണ്ടാവുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച സാധനം ഞാൻ ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് IPL അവസരം കിട്ടി. IPL ക്യാമ്പിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടി. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ടീമിൻ്റെ കൂടെ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ജേണിയാണ് എൻ്റെ ക്രിക്കറ്റ് ലൈഫിൽ. ഓസ്ട്രേലിയൻ ടീമിൻ്റെ കൂടെ 3 വർഷം. 3 വർഷം. അതെ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഡെഡിക്കേഷൻ ഉണ്ട്, അതോടൊപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഞാൻ ചെയ്യുന്ന ഡെഡിക്കേഷൻ കാണുന്ന ആൾക്കാരുണ്ട്, അതെനിക്കറിയില്ല ആരൊക്കെയാണെന്ന്. ആ കാണുന്ന ആൾക്കാരാണ് എനിക്ക് ഈ അവസരങ്ങൾ തന്നത്. മനസ്സിലായി? അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും ഇങ്ങനെ കേരള ടീമിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ക്ലബ് ലെവലിൽ നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ECC എറണാകുളം ക്ലബിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് 2008 മുതൽ. അവിടുത്തെ മെയിൻ ആളാണ് ശ്രീശാന്ത്. അപ്പോൾ ശ്രീശാന്ത് ഇതൊക്കെ കാണുന്നുണ്ട്, എൻ്റെ എഫേർട്ട് കാണുന്നുണ്ട്, എൻ്റെ പെർഫോമൻസ് കാണുന്നുണ്ട്. അപ്പോൾ പുള്ളി എന്നെ 2011 തോന്നുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാമ്പിൽ കൊണ്ടുവന്നു. ആ സമയത്തൊന്നും ഇത് കേരളയിൽ വേറെ ആർക്കും കിട്ടുന്നില്ല, ഒരു ചാൻസ് പോലും. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു സഞ്ജു സാംസൺ, ശ്രീശാന്ത്, ഇങ്ങനത്തെ കുറച്ച് 3-4-5 പേരേ ഉള്ളൂ IPL ക്യാമ്പ്, IPL സെലക്ഷൻ ട്രയൽസിന് പോകുന്ന ആൾ. അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ആ സമയത്ത്. അപ്പോൾ അതിനുശേഷം അത് ക്യാമ്പായിരുന്നു. രാജസ്ഥാൻ റോയൽസ് തന്നെ ഡെവലപ്മെൻറ്റ് സ്ക്വാഡിൽ വെക്കുന്നു, ഒരുപാട് മാച്ചസ് കളിക്കുന്നു, രാഹുൽ ദ്രാവിഡ് പോലുള്ള വലിയ വലിയ പ്ലെയേഴ്സിൻ്റെ കൂടെ. അതൊക്കെ വലിയൊരു അച്ചീവ്മെൻ്റ് എനിക്ക്. അതിനുശേഷം ശ്രീശാന്ത് എന്നെ NCAയുടെ ക്യാമ്പിൽ കൊണ്ടുപോകുന്നു ബാംഗ്ലൂരിൽ. അവിടെ 10-15ഓളം ദിവസം ശ്രീഭായി എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. ശ്രീശാന്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രീഭായി എൻ്റെ ക്രിക്കറ്റിലെ പലരും എന്നോട് പറയും, നീ എന്തിനാണ് അങ്ങനെ, അവരെ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ശ്രീശാന്ത് എന്നുള്ളൊരു വ്യക്തി ഞാൻ ക്രിക്കറ്റ് തുടങ്ങിയ സമയം തൊട്ട് എനിക്കറിയാം. ശ്രീശാന്ത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ശ്രീഭായി ഹെൽപ്പ് ചെയ്ത സംഭവങ്ങൾ ഇപ്പം പറയാൻ തുടങ്ങിയാൽ കഴിയൂല, നിർത്താൻ പറ്റൂല, അത്രക്കും ഉണ്ട്. അത് ആക്ച്വലി നിങ്ങളോടാണോ അതോ എല്ലാവരോടും അങ്ങനെ തന്നെയാണോ? എല്ലാവരോടും പുള്ളി അങ്ങനെയാണ്, എല്ലാവരോടും പുള്ളിയാണ്. പുള്ളിക്ക് പ്രത്യേക ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ അത്രക്കും ഹെൽപ്പ് ചെയ്യും പുള്ളി. അത് ഏത് തരത്തിലുള്ള ഹെൽപ്പാണ് നിനക്ക് വേണ്ടത്, പുള്ളി അത് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ അറിയാവുന്ന ശ്രീശാന്ത്. ഓക്കെ, നമുക്കറിയാവുന്നതല്ലേ തീർച്ചയായും. നമുക്ക് അപ്പം ഓസ്ട്രേലിയൻ ടീമിൻ്റെ കൂടെ 3 കൊല്ലം നിങ്ങൾ ചെയ്തു. ഓസ്ട്രേലിയൻ ടീമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഓസ്ട്രേലിയൻ ടീമിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അത് ശ്രീറാമാണ്. ശ്രീറാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ സ്പിൻ കൺസൾട്ടൻ്റ് ആയിരുന്നു, സപ്പോർട്ട് സ്റ്റാഫ് ആയിരുന്നു. അപ്പോൾ അവർ സ്പിന്നേഴ്സിനെ സ്ട്രഗിൾ ചെയ്യുന്ന ഇത് വന്നപ്പോൾ ശ്രീറാം സാറാണ് എന്നെ ഡൽഹി ഡേർഡെവിൾസിലോട്ടും സെലക്ട് ചെയ്തത്. ശ്രീറാം സാറാണ്. അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ശ്രീറാം സാർ അവരുടെ മാനേജ്മെൻറ്റിനോട് ചോദിച്ചാണ്, ഇങ്ങനെ ഒരു 2 സ്പിന്നേഴ്സിനെ ടീമിൻ്റെ കൂടെ നിർത്തുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു ദിവസം സെലക്ഷൻ ട്രയൽസിന് വിളിച്ചു, ദുബായിലോട്ട് തന്നെ വിളിച്ചു, ഇവിടെ പാകിസ്ഥാനായിട്ടുള്ള കളി സമയത്ത്. അപ്പോൾ ഒരു 2017 ആണെന്നാണ് തോന്നുന്നത് എനിക്ക്, യാസിർ ഷാ ഒക്കെ ഉള്ള സമയത്ത് പാകിസ്ഥാൻ ടീമിൽ. അപ്പോൾ ആ സീരീസ് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു 3 വർഷത്തെ കോൺട്രാക്റ്റ് വന്നു. എൻ്റെ കൂടെ പ്രദീപ് സാഹു എന്ന് പറഞ്ഞൊരു സ്പിന്നറും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേർക്കും അവർക്ക് ഇഷ്ടമായി. ജസ്റ്റിൻ ലാങ്ങർ ആയിരുന്നു ഹെഡ് കോച്ച്, ഗെവിൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു മാനേജർ. അവർക്കൊക്കെ മാനേജ്മെൻറ്റിനൊക്കെ ഇഷ്ടമായതിനു ശേഷം ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് തരികയാണ് ഉണ്ടായത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ജസ്റ്റിൻ ലാങ്ങർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് തൊട്ട് നമ്മുടെ സ്ക്വാഡ് 15 അല്ല 17 മെമ്പേഴ്സ് സ്ക്വാഡാണ്. ജിയാസും പ്രദീപ് സാഹുവും നമ്മുടെ ഫാമിലിയിലോട്ട് വരികയാണെന്ന് പറഞ്ഞു. 3 വർഷത്തെ 2019 വേൾഡ് കപ്പ് വരെ ഞങ്ങൾക്ക് കോൺട്രാക്ട് കിട്ടി. ആ ഒരു വെൽക്കമിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അത്രയും ക്ലോസ് ആയിട്ട് പിടിക്കുകയാണ്, ഇന്ന് മുതൽ 15 അല്ല 17 മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ക്ലോസ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അതേപോലെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും മൊമെന്റ് ഇന്ത്യ ടീമിൽ നിന്ന് അല്ലെങ്കിൽ കേരള ടീമിൽ നിന്നൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇന്ത്യൻ ടീമിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടില്ല എനിക്ക്. ആ ഒരു വാം വെൽക്കം അല്ലേ? ഇല്ല. കാരണം 2015 ശേഷം IPL ശേഷം ഞാൻ
2 വർഷം എനിക്ക് ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. 2015 IPL ശേഷം എന്നെ കേരള ടീം ഒരു ചാൻസ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കുറ്റം പറയല്ല, ഇതാണ് സത്യം. 2015ഉം 2016ഉം 2017 ഈ 2-2.5 വർഷം ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഡള്ളായ ഒരു കാലയളവായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഈ ഒരു ഓസ്ട്രേലിയൻ ടീം വരുന്നത്. അപ്പോൾ എൻ്റെ ലൈഫ് ലൈക്ക് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ട് ആസ് എ ക്രിക്കറ്റർ. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത്, എനിക്ക് ഒരു സാധനം കിട്ടില്ല എന്ന് വെച്ച്, പക്ഷേ കിട്ടുമ്പോൾ അത് ഒത്തിരി വലുതായിരുന്നു. IPL കിട്ടി, രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാമ്പ് കിട്ടി, ഡൽഹി ഡേർഡേഴ്സ് കിട്ടി. അതിനുശേഷം വീണ്ടും താഴെ പോയി നിൽക്കുന്ന സമയത്ത് ഓസ്ട്രേലിയ എന്നെ വിളിച്ചു. അത് എന്തോ ഞാൻ ഹാപ്പിയാണ്, പക്ഷേ അത് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഓസ്ട്രേലിയൻ സൈഡിൽ നിന്ന്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഓരോ ക്രിക്കറ്റ് കളിക്കാരുടെയും ഓരോ ക്രിക്കറ്റ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഗ്രൗണ്ടിൽ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കാരുടെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും കളിക്കൂല. അതിനകത്ത് ചില ആൾക്കാരായിരിക്കും അതിനകത്ത് കൂടുതലും ക്രേസും കൂടുതലും ഇൻട്രസ്റ്റ് ഉള്ളവരും. അവരൊക്കെ നല്ല പ്ലേയേഴ്സായിട്ട് കളിക്കണം, അല്ലെങ്കിൽ ഓവറോൾ ലൈക്ക് IPL അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ് ലെവലിലെങ്കിലും കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. സോ അതിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരുപാട് വലിയ എക്സ്പീരിയൻസ്, IPL കൂടെ നിൽക്കാൻ പറ്റി, ഓസ്ട്രേലിയൻ്റെ കൂടെ നിൽക്കാൻ പറ്റി. ഇതൊക്കെ ഒരു നോർമൽ പേഴ്സണിന് തിങ്ക് ചെയ്യുന്നത് അതൊക്കെ ഒരു വലിയ ഡ്രീമായിട്ട് തന്നെയാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടി. പക്ഷെ സ്റ്റിൽ എന്തൊക്കെയോ ഒരു സിസ്റ്റമാറ്റിക് പ്രോബ്ലം ലൈക്ക് നമുക്കറിയില്ല എന്താണെന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും അത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ എക്സ്പീരിയൻസും ഈ പറഞ്ഞ എന്താ പറയുക, എൻ്റെ യാത്രകളാണ് ഞാനിപ്പം കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വലിയൊരു ഹാപ്പിനെസ് ആണ്. കാരണം ഓക്കെ, കളിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും ഞാൻ കളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അൽഹംദുലില്ലാ ഇപ്പോഴും ഞാൻ ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബാറ്റിംഗ്, ബൗളിംഗ്, പിള്ളേരുടെ കൂടെ ബൗളിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെറ്റ് സെഷനും എനിക്ക് വേണ്ട പ്രാക്ടീസ് ഞാൻ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു ചാൻസിന് വേണ്ടി ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യണം. എനിക്കിപ്പോഴും അറിയില്ല എനിക്ക് എങ്ങനെ ചാൻസ് കിട്ടുകയാണ്. കാരണം ഞാൻ ഒരുപാട് ആളുകളോട് ചോദിക്കുന്നുണ്ട്, വല്ല ചാൻസും ഉണ്ടോ, എനിക്ക് നല്ലൊരു പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കണം എന്ന് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാം റെഡിയാണ്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അല്ല ഞാനിനി അതിന് തയ്യാറെടുക്കുന്നത്. ഇപ്പോഴും ഞാൻ തയ്യാറാണ്. ഇപ്പോൾ എനിക്ക് നാളെ ഒരു നല്ലൊരു പ്രൊഫഷണൽ ക്രിക്കറ്റ് ടീം കിട്ടുകയാണെങ്കിൽ ഐ ആം റെഡി. പക്ഷേ ഇപ്പം ഞാൻ വരുമാനം കണ്ടെത്തുന്നത് എൻ്റെ കോച്ചിങ് ആണ്. അല്ലാതെ വേറൊന്നും അറിയില്ല എനിക്ക്. ക്രിക്കറ്റ് മാത്രമേ അറിയുള്ളൂ. അപ്പം ക്രിക്കറ്റ് ഇവിടെ കളിച്ചാലും വലിയ പൈസ ഇല്ല ദുബായിൽ. അപ്പം കോച്ചിങ് ചെയ്യുന്നു, എൻ്റെ കുടുംബം നോക്കുന്നു, കുട്ടികൾ ഹാപ്പിയാണ്, കുട്ടികളുടെ പാരൻസ് ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. കൂടുതലും 1-to-1 സെഷനാണ് എടുക്കുന്നത്. എൻജോയ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുക, ലൈഫ് മുകളിലോട്ട് പോവുക, അത്ര തന്നെ. എപ്പോഴെങ്കിലും ഇത്രയൊക്കെ സംഭവിച്ച സമയത്ത് ആൾക്കാർ കൂടുതലും വിധിയാണ് കുറ്റം പറയല്. എനിക്ക് ഇങ്ങനെ നടന്നില്ല, എനിക്കിങ്ങനെ സംഭവിച്ചില്ല, അങ്ങനെ ഒരിക്കലും വിധിയെ കുറ്റം പറയാറുണ്ടോ? ഒരിക്കലുമില്ല, വിധി ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല. കാരണം എനിക്ക് നല്ല നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്, അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ IPL എത്ര പേർക്ക് കിട്ടി കേരളത്തിൽ? ഒരു ഇൻ്റർനാഷണൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ വേൾഡ് ക്ലാസ് ടീമിൻ്റെ കൂടെ ഒരാൾക്ക് പോലും അവിടെ ഇരിക്കാൻ അവസരമില്ല കേരളയിൽ. പക്ഷെ എനിക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നോക്കൂ, എത്ര കുട്ടികൾ ചോദിച്ചു വരുന്നുണ്ട് ജിയാസ് KKയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ. അതെൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ? ഉറപ്പായിട്ടും. ഞാനെന്തോ മറ്റുള്ള കോച്ചുകളിൽ നിന്നും എന്നിൽ നിന്നും എന്തോ വ്യത്യസ്തമായിട്ട് അവർക്ക് കിട്ടിയിട്ടാണ് അവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ സക്സസ് ആണ്. ഞാൻ അതിൽ ഇപ്പോഴും ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതാ BNWയുടെ ഹെഡ് കോച്ചായിട്ട് തന്നെ ശ്രീശാന്ത് തന്നെ, ശ്രീഭായ് തന്നെ, എല്ലായിടത്തും ശ്രീഭായ് ഉണ്ട്. BNW പ്രോപ്പർട്ടീസ് ഡെവലപ്മെൻറ്റിൻ്റെ ക്രിക്കറ്റ് ഫുൾ മാനേജ് ചെയ്യുന്നത് ഞാനാണ്. പ്ലെയർ കം കോച്ച് എന്നുള്ള ശ്രീശാന്താണ് സ്പോർട്സ് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടർ BNWയുടെ. അപ്പോൾ അതും നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇനി ഒരുപാട് മാച്ചസ് വരുന്നുണ്ട്. അതിൻ്റെ ഹെഡ് കോച്ചാണ് ഞാൻ, അതിൻ്റെ മെയിൻ പ്ലെയറാണ് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും വന്നിട്ടുണ്ട്. എന്നാലും പക്ഷെ നിങ്ങളുടെ ഒരു വിശ്വാസം എനിക്ക് നല്ലത് വരും എന്നുള്ള വിശ്വാസമാണ് ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുതന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, സാധിക്കില്ല, നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നാളെ ഒരു ചാൻസ് കളിക്കാൻ കിട്ടിയാൽ നിങ്ങൾക്കത് ചെയ്യും എന്നുള്ളൊരു കംപ്ലീറ്റ് ഫിറ്റ്നസ്സും അതേപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു വിശ്വാസമുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും അവരുടേതായ ജോലിയിൽ ഒരു എന്താ പറയുക ഉള്ളിൽ നിന്നുള്ള ഒരു പാഷൻ ഉണ്ടാവും എല്ലാവർക്കും. ഞാനെന്നുള്ള വ്യക്തി ഞാൻ വിട്ടുകൊടുക്കില്ല, അതാണ് എൻ്റെ ഒരു വാശി.
ഒരു വാശി. കാരണം അത് ചെറുപ്പ സമയത്തായാലും എനിക്ക് തളരാൻ പറ്റില്ല. നമ്മൾ ഇനിയും അച്ചീവ് ചെയ്യണം. ഇൻഷാ അല്ലാ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഞാൻ റെഡിയാണ് കളിക്കാൻ. പക്ഷേ എനിക്ക് നല്ലൊരു ലെവല് കിട്ടണം. മനസ്സിലായോ? അത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. അത് കിട്ടും എന്നുള്ള ഒരു ആ വിശ്വാസം നിങ്ങൾ അവിടെ എത്തിക്കും. അതാണ് ആ വിശ്വാസം നിങ്ങൾ അവിടെ എത്തിക്കും. അതാണ് കറക്റ്റ്. അതാണ് ആക്ച്വലി നമ്മുടെ ആ വിശ്വാസം എത്തിക്കും എന്നുള്ള ഇതും അതോടൊപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആ വിശ്വാസം വെച്ചൊരു കിടന്നുറങ്ങിയാൽ ശരിയാവില്ല. നിങ്ങൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാം. അതാണ് ആക്ച്വലി ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു പാഠം. നിങ്ങൾ ആരെങ്കിലും പിടിച്ച് വലിച്ച് ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ടോ? ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ശ്രീശാന്ത് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ശ്രീറാം ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതേപോലെ പേര് പറയണമെന്നില്ല, പക്ഷേ നിങ്ങളെ പിടിച്ച് ബാക്കിലേക്ക് വലിച്ച വ്യക്തികളുണ്ടോ നിങ്ങളുടെ ഈ ഒരു ഫീൽഡിൽ? ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവരെ ആരും ഓർക്കുന്നില്ല. എന്തിനാ എന്തിനാണ് നെഗറ്റീവ് ഓർക്കുന്നത്? നമ്മൾ ആരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, താഴോട്ട് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ എന്തിനാ ഇപ്പോൾ ഒരാളെ കുറ്റം പറയുന്നത്? എന്തിനാ ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പറയുന്നത്? നമ്മൾ എന്താണോ ഇവിടെ വരെ എത്തിച്ചത് എന്താണോ താങ്ക്സ് പറയാം. ഇപ്പം നടക്കുന്നത് എന്താണോ താങ്ക്സ് പറയാം. ഇനി നാളെ എന്താണോ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ആക്ച്വലി അതായിരിക്കും നിങ്ങൾ ഇപ്പോഴും ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നിങ്ങൾ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ ആ ഒരു നെഗറ്റീവിനെ ഒഴിവാക്കി പോസിറ്റീവ് ഉള്ള ആൾക്കാരെയും പോസിറ്റീവ് ഉള്ള കാര്യങ്ങൾ മാത്രം ഓർത്ത് തീർച്ചയായിട്ടും. ഭയങ്കര ഒരു ഹൈലൈറ്റ് പോയിന്റ് ആണ്. താങ്ക് യു. സോ ഇനി എന്താണ് കെ ജിയാസിന്റെ നെക്സ്റ്റ് ഗോൾ എന്താണ്? നെക്സ്റ്റ് ഗോള് ഒരു കോച്ചിങ് ഞാൻ കണ്ടിന്യൂ ചെയ്യും എന്തായാലും. കാരണം കുട്ടികളെ സാഡാക്കാൻ എനിക്ക് താല്പര്യമില്ല. കുട്ടികൾ ഒരുപാട് ഹാപ്പിയാണ്. അതോടൊപ്പം BMW കൂടെ ക്രിക്കറ്റ് മാച്ചസ് കളിക്കും. അവർക്ക് ഒരുപാട് നല്ല പ്ലാനിങ് ഉണ്ട്. ഒരുപാട് മാച്ചസ് വരുന്നുണ്ടെന്ന് ശ്രീഭായ് ഓൾറെഡി എന്നോട് പറഞ്ഞു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒരുപാട് ടൂർസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പുറത്ത് ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ടൂർസ് കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു സ്റ്റെപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കോച്ചിങ് ലെവൽ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടമാണ് കോച്ചിങ് ചെയ്യാൻ. അതോടൊപ്പം ക്രിക്കറ്റും കിട്ടുകയാണ് എനിക്ക് കളിക്കാനുള്ളൊരു അവസരം കൂടി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പെർഫോം ചെയ്താൽ എനിക്ക് ക്രിക്കറ്റ് ലെവലിൽ മുകളിലോട്ട് പോകാൻ പറ്റും. ഏത് നിമിഷവും എനിക്ക് അവരെ കോച്ചിങ് ചെയ്യാനുള്ള ഒരു അവസരം ശ്രീഭായും അങ്കൂർ സാറും എൻ്റെ ഫൗണ്ടർ BMW ഫൗണ്ടറാണ് അങ്കൂർ അഗർവാൾ സാറും എനിക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വലിയൊരു മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ചുവടുവെപ്പാണ്. ക്രിക്കറ്റ് പ്ലെയർ എന്ന നിലയിലും കോച്ച് എന്ന നിലയിലും. നിങ്ങൾക്ക് ഇപ്പം ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള നിലയിലും ക്രിക്കറ്റ് കോച്ച് എന്നുള്ള നിലയിലും നിങ്ങൾക്കൊരു പുതുതായിട്ട് ക്രിക്കറ്റ് പാഷനായിട്ട് എടുത്തേക്കുന്ന ഒരു വ്യക്തി, ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന ഒരു വ്യക്തിയോട് എന്താണ് പറയാനുള്ളത്? ഹൗ ദേ ഗോണ സ്റ്റാർട്ട് ദെയർ ജേർണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാനുള്ളത്? ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഏത് ഒരു കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഏത് ബിസിനസ് ആണെങ്കിലും ഒരു പ്രോസസ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ആ പ്രോസസ്സ് നിങ്ങൾ ഒരിക്കലും മുടക്കരുത്. അത് ഒന്നാണ്. 2 അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ഒരു വിശ്വാസമാണ്. എനിക്കത് നേടിയെടുക്കാൻ പറ്റും. ആരൊക്കെ തന്നെ തളർത്തിയാലും എന്നെക്കൊണ്ട് പറ്റും. ഞാനാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൻ്റെ അകത്ത് വേറെ ആളുമില്ല. അവനങ്ങനായി, എൻ്റെ ഫ്രണ്ട് ഇങ്ങനായി, എൻ്റെ എഗെയിൻസ്റ്റ് ടീം അങ്ങനെയായി, അതല്ല. ഞാൻ എന്ത് ചെയ്യണം അതെൻ്റെ കയ്യിലാണ്. ഈ 3 സാധനം, നല്ലൊരു പ്രോസസ്സ്, അത് ചെയ്യാനുള്ള ഡെഡിക്കേഷൻ, വിശ്വാസം, ഒരിക്കലും വിടില്ല. എന്തൊക്കെ അപ്പ് ആൻഡ് ഡൗൺ താഴെ പോയാലും ഞാൻ തിരിച്ചു വരും. ആ വിശ്വാസം സ്വന്തമൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. ആ വിശ്വാസം അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്നെ സംബന്ധിച്ചോളം നമ്മളെ ദൈവം ഒരുപക്ഷെ ടെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് തളർത്തി ടെസ്റ്റ്. ആ തളർച്ചയിലൊക്കെ ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിലുണ്ടല്ലോ, ലാസ്റ്റ് പുള്ളിക്കാരൻ പറയും, നീ റെഡി ആയിക്കോ, അപ്രൂവ്ഡ്, നിനക്ക് മുകളിലോട്ട് കയറാനുള്ള സാധനം റെഡിയായി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതാണ് ആക്ച്വലി വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, എനിക്ക് വ്യക്തിപരമായിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. കാരണം ആ ഒരു വിശ്വാസം, ലൈക്ക് എന്തൊക്കെ തളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും, കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിലാണെന്നുണ്ടെങ്കിലും ആൾക്കാർ പെട്ടെന്ന് ഡെസ്പ് ആവുന്നൊരു കാലഘട്ടമാണ്. ഈവൻ നമുക്കൊരു ഡെലിവറി ഇന്ന് വരുന്നു പറഞ്ഞാൽ ഡെലിവറി നാളെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ്ലി മൂഡ് പോകുന്നൊരു കാലഘട്ടത്തിൽ സ്വന്തം ലൈഫ് വെച്ചിട്ട് ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ്, ഇത്രയും കാര്യങ്ങൾ അപ്സ് ആൻഡ് ഡൗൺസ് നടന്നിട്ടും നിങ്ങളിപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ദൈവം വിധിച്ചിട്ടുള്ള ആ റിസൾട്ടിലേക്ക് എത്തിക്കുക.
അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് എത്തിക്കുക? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെയാണ് ഞാൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, ഞാനൊരു നല്ലൊരു ഗെയിം കളിച്ച് ഞാനൊരു പക്ഷെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് വീണ്ടും നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇപ്പോഴും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഉറപ്പായിട്ടും. ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെയാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇപ്പോൾ പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്, മനസ്സിലായോ? അപ്പോൾ അതാണ് ലൈഫ്, ആ ഒരു നെവർ ഗീവ് അപ്പ്. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അയ്യോ, ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോന്നോ? അത് പറഞ്ഞാൽ തീരില്ല. ഉപ്പ ഉമ്മ, ഇപ്പോൾ വൈഫുണ്ട്, ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി, എല്ലാവരും ഒരുപാട് സപ്പോർട്ട്. ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എനിക്ക് കൂടുതലില്ല സത്യം പറയുമ്പോൾ. ഫ്രണ്ട്സ് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ചുരുക്കം ഫ്രണ്ട്സേ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരുപാട് ഫ്രണ്ട് സർക്കിളിലുള്ള ആളല്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എനിക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം ആ സമയത്ത്, അണ്ടർ-19 സമയത്തൊക്കെ പ്രാക്ടീസ് ഫുഡ് എന്നുള്ള ഒരു ഇതായിരുന്നു, റൊട്ടീനായിരുന്നു. എറണാകുളം ഒരു ക്ലബ് ഹൗസിലായിരുന്നു ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ടായിരുന്നു ആ സമയത്ത്. അനൂപ് മോഹൻ എന്നാണ് അവൻ്റെ പേര്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ക്ലബ് ഹൗസിലിരിക്കും, രാവിലെ പ്രാക്ടീസിന് പോവും, ഫുഡ് കഴിക്കും, വീണ്ടും ഉച്ചക്ക് പ്രാക്ടീസിന് പോവും. അതൊക്കെ ആയിരുന്നു ആ സമയത്തെ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊരു മൊമെന്റ് വന്നിട്ടുണ്ടോ? അതെവിടെയായിരുന്നു? മേ ബി ഇറ്റ്സ് ഗോണ ബി അപ്പ്, ഇറ്റ്സ് ഗോണ ബി ഡൗൺ, പക്ഷെ അത് എന്തായിരുന്നു? ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ IPL എനിക്ക് വലിയൊരു ടേണിംഗ് പോയിന്റാണ്. അത് എന്താ പറഞ്ഞാൽ കേരളയിൽ ഇങ്ങനെ കിട്ടും, ഞാൻ വീണ്ടും ക്ലബ് ലെവലിൽ പോവും, ക്ലബ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, സോൺ ലെവൽ വീണ്ടും പെർഫോമൻസ് ചെയ്യും, വീണ്ടും കേരള എത്തും. കേരളയിൽ അവസരം കിട്ടൂല, അവസരം കിട്ടാതെ 15 മെമ്പേഴ്സ് സ്ക്വാഡിൽ ഉണ്ടാവും. അങ്ങനെ ഒരു 3-4 വർഷം ഞാൻ ചെയ്തു, മനസ്സിലായോ? എഡിഷൻ ലീഗ് മാച്ചസ് എല്ലാം നല്ല പെർഫോമൻസ്, എറണാകുളത്തെ കേരളയിലെ ടൂർണമെൻറ്റ്സിലെല്ലാം നല്ല പെർഫോമൻസ്. പക്ഷേ കേരള എത്തുന്നേരം എന്തോ അതൊരു പക്ഷേ എൻ്റെ വിധിയായിരിക്കാം. പക്ഷേ ആ സമയത്താണ് എനിക്ക് IPL 2011 IPL ഡൽഹി രാജസ്ഥാൻ റോയൽസ് കപ്പ് കിട്ടുന്നു, മെയിൻ കോൺട്രാക്ട് പ്ലെയർ ആയിട്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു 10 ലക്ഷം രൂപയ്ക്ക് എന്നെ ഡൽഹി ഡയർ ഡെവിൾസ് എടുക്കുന്നു. ഇത് വലിയൊരു സംഭവമായിരുന്നു എനിക്ക്. വീണ്ടും അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു കേരളത്തിൽ. അതിനുശേഷം കേരള എന്നെ എനിക്ക് തോന്നുന്നു ഒരു 45 മെമ്പേഴ്സ് സ്ക്വാഡ് ഉണ്ടായിരുന്നു രഞ്ജി ട്രോഫിയുടെ. നമ്മളൊരു IPL ഒക്കെ ചെന്നെത്തുമ്പോൾ എന്താ വിചാരിക്കുക, എനിക്ക് കേരള എന്നെ അവസരം തരും, എന്നെ ടീം കളിപ്പിക്കും എന്നൊക്കെ. 25 ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. എനിക്ക് തോന്നുന്നു 23 വയസ്സാണ് എനിക്ക്. പക്ഷേ ആ സമയത്ത് എന്നെ 25-ലും എടുത്തില്ല. അവരൊരു രഞ്ജി ട്രോഫി 40 പേരുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലോ കർണാടകയിലോ അങ്ങനെ. കേരളത്തിൽ നിന്ന് 40 പേരെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി, അതിലും ഞാനില്ലായിരുന്നു. IPL പ്ലെയർ ആയതിൽ പ്ലെയർ ആയ ഞാൻ, അതെനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, മനസ്സിനെ ഒരു സമയമായിരുന്നു അത്. ഞാൻ ഇപ്പോഴും ഓർക്കും. ഭയങ്കരമായിട്ട് തളർത്താൻ കാരണം തീർച്ചയായും ഞാൻ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു, കാരണം വീട്ടിലുള്ളവരൊക്കെ വിചാരിക്കുന്ന ഇതാണ്, ഇത്ര നാൾ കേരള ഒരു അവസരം കിട്ടിയില്ല. IPL ഓക്കെ, എന്തൊക്കെ രീതിയിൽ IPL കിട്ടി, നല്ലൊരു എക്സ്പീരിയൻസ് 2 മാസം കിട്ടി. ഞാനും വിചാരിക്കുന്നത് അങ്ങനെ, ഈ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് കേരളയിൽ കാണിക്കണം, എൻ്റെ കേരള ടീമിനെ ഇനി മുകളിലോട്ട് കൊണ്ടുവരണം. ആസ് എ ചൈന മാൻ ഞാൻ അവരുടെ കേരള എന്നുള്ള പേരിനെ ഉയർത്തും എന്നൊക്കെ ചിന്തയോടുകൂടി ഞാൻ വന്നപ്പോൾ ഇവരെന്നെ ജിയാസിനെ വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കിയപ്പം ഭയങ്കര വിരലായിരുന്നു. ഇതേ സംഭവം എന്നായിരുന്നു ഫാമിലി, ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത ഫാമിലിയും ഉപ്പയും. ഈ IPL കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ഫാദർ എന്നോട് പറഞ്ഞാൽ നമുക്ക് ഖത്തറിൽ പോകാം, ഡ്രൈവിങ് നോക്കാം. എൻ്റെ ഫാമിലി മൊത്തം ഡ്രൈവേഴ്സാണ്, ജ്യേഷ്ഠൻ്റെ കൂടെ ഡ്രൈവിങ് ചെയ്യാം. അപ്പം ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, സോറി ഇപ്പം അവൻ ജീവിച്ചിരിപ്പില്ല, അവൻ മരണപ്പെട്ടു. സോറി. ജ്യേഷ്ഠൻ ഖത്തറിലേക്ക് വിളിച്ചില്ലേ? ഖത്തറിലേക്കൊക്കെ വിളിച്ചു. പക്ഷേ ജ്യേഷ്ഠൻ പറഞ്ഞ ഒരു വർഷം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ സമയത്താണ് IPL കിട്ടുന്നതും അല്ല. പിന്നെ അപ്പം എല്ലാവരും വിചാരിച്ചു ഓക്കെ എനിക്ക് കേരള കിട്ടും, എനിക്ക് കേരള. ഫാദറും ജ്യേഷ്ഠൻ എല്ലാവരും വിചാരിച്ചു. പക്ഷേ ഈ 45 മെമ്പേഴ്സ് സ്ക്വാഡിലും ഞാൻ ഇല്ലായിരുന്നു. അതാകെ തളർത്തി. അത് അറിയാവുന്ന ഒരു വ്യക്തി ഈ എൻ്റെ
ബെസ്റ്റ് ഫ്രണ്ട് അനൂപ് മോഹനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു ഞാൻ ടീമിലുണ്ട്. കോഴിക്കോടാ വീട്. ഞാൻ പറഞ്ഞു ഞാൻ 40 മെമ്പേഴ്സ് സ്ക്വാഡിലുണ്ട്, അവരെന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ക്ലബ് ഹൗസിലോട്ടാ. ഏത് എറണാകുളത്തെ. അവിടെ അനൂപ് മോഹൻ എന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ അവന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അവിടെ ഒറ്റയ്ക്ക് ഒന്നും പറയാനില്ല. രണ്ടാഴ്ച 3 ആഴ്ച ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു. അവനറിയത്, അവന് മാത്രമേ അറിയുള്ളൂ. ആവശ്യമുള്ളപ്പം പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ആള് ഞാൻ ഇവിടെ പോയി. 2015 സംഭവം. അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? പിന്നെ വിശ്വാസം, ഈ പറഞ്ഞ സംഭവം പ്രോസസ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതൊരു 2 ആഴ്ച ഉണ്ടാവും. അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ നശിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു വ്യക്തി. തീർച്ചയായിട്ടും അവിടെയും ഈ സംഭവം വിട്ടുകൊടുക്കില്ല. മനസ്സിലായ? ആ വിട്ടുകൊടുക്കില്ല എന്നുള്ള സംഭവം. പിന്നെ ഒരുപാട് ഇഞ്ചുറി വരാൻ തുടങ്ങി. എല്ലാവരും ഒരുപാട് ആസ് എ സ്പോർട്സ് പേഴ്സൺ ഷോൾഡർ ഇഞ്ചുറി, പെർഫോമൻസ് ലെവൽ താഴെ പോയി, ക്ലബ് ലെവലിൽ കളിക്കുമ്പോൾ ഒക്കെ താഴെ പോയി. എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങി. IPL ശേഷം ജിയാസ് ഒന്നുമില്ല. കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ ഇതാണെന്ന് വേറെ ആർക്കും അറിയില്ല. വെളിയിൽ നിന്ന് കാണുന്നവർക്ക് എന്താണ് ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയില്ല. അവർക്ക് ഒന്നെങ്കിൽ കുറ്റപ്പെടുത്താം, ഒന്നെങ്കിൽ കൈയടി. കളിയാക്കി തുടങ്ങി. ഇവന് പെർഫോമൻസ് ഒക്കെ പോയി, IPL കൂടി അവൻ്റെ എന്തോ ജാടയായി എന്നുള്ള സംഭവമായി. ഇത് 2016-17 ആ വർഷം. ഈ 2 വർഷം എൻ്റെ ഭയങ്കരമായിട്ട് ഹൈപ്പിലല്ല, അതെ, ഹൈപ്പിൽ നിന്ന് താഴെ പോയ. ആ സമയത്തും വിടാതെ ഞാൻ സ്വന്തം എൻ്റെ പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോഴാണ് വീണ്ടും ശ്രീറാം സാറ് ഫോർ ഓസ്ട്രേലിയ. അപ്പോൾ ഞാൻ ആലോചിക്കുക, ശ്രീറാം സാർ എന്നെ വിളിക്കുന്ന ഈ വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയമല്ലേ കേരളത്തിൽ. ആ സമയത്ത് എന്നോട് ഞാൻ ചോദിച്ചതാ, എന്താണ് ജിയാസ്, ആർ യു സേഫ്, എന്തൊക്കെ വിശേഷം? അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സാർ, റെഡിയാണ്, നിങ്ങൾ എന്നെ ചോദിച്ചതിൽ നന്ദി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ മെസ്സേജ് അയച്ചു സാറിന്, സാർ എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടെങ്കിൽ പറയണം, ഇവിടെ ഇപ്പോൾ IPL ശേഷം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാം ജിയാസ്, ഞാൻ ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമിൻ്റെ കൂടെയാണ്, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് എന്നെ മാത്രം ചെന്നൈയിൽ ഒരു ടൂർ ഉണ്ടായിരുന്നു, ഒരു 2 ദിവസത്തേക്ക് ചെന്നൈയിൽ ഓസ്ട്രേലിയൻ ടീമിൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അതൊരു ജസ്റ്റ് ബോളറായിട്ട് എന്നെ വിളിച്ചത്. അതിനുശേഷം സാർ എന്നോട് പറഞ്ഞു ദുബായിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ, അപ്പം ജിയാസിന് വരാൻ പറ്റുമെങ്കിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ വിസയും ടിക്കറ്റും ഒക്കെ എൻ്റെ കമ്പനിയിലുള്ള ഒരു സാർ എടുത്തു തന്നു. കേട്ടപ്പോൾ എന്ത് തോന്നി? കേട്ടപ്പോൾ എന്ത് തോന്നാൻ, ഇങ്ങനെ ഡള്ളായി നിൽക്കുകയല്ലേ, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അങ്ങനെ ഞാൻ വന്നു. ദുബായിൽ റൂമില്ല. എവിടെ പോകണം, ഫസ്റ്റ് ടൈമാണ് ദുബായ് വരുന്നത്. അപ്പോൾ എവിടെ പോകണം എന്നൊന്നും അറിയില്ല. ഒരു കസിൻ ബ്രദർ എന്നെ പിക്ക് ചെയ്യുന്നു, അവൻ്റെ ബെഡ് സ്പേസ് റൂമിൽ കൊണ്ടുപോകുന്നു. അതും അബുദാബി. ഇത് പ്രാക്ടീസ് ഉള്ളത് ദുബായിലാണ്. 1 മണിക്ക് പ്രാക്ടീസാണ് ദുബായിൽ. അങ്ങനെ അബുദാബിയിൽ നിന്ന് അവൻ്റെ റൂമിൽ നിന്ന് ഞാൻ ഒരു 5 മണിക്ക് 6 മണിക്ക് ഇവൻ പറഞ്ഞു തന്ന ബസ് റൂട്ട്, അതുപോലെ ടാക്സി, അതുപോലെ സംഭവങ്ങളെല്ലാം വിളിച്ചെടുത്ത് ഞാൻ ICC ഗ്രൗണ്ടിൽ എത്തുകയാണ്. അങ്ങനെ ICC ഗ്രൗണ്ടിലെത്തി ശ്രീറാം സാറിനെ വിളിച്ചു. സാർ എന്നെ വെൽക്കം ചെയ്തു, ടീമിൻ്റെ കൂടെ കൊണ്ടുപോയി. അപ്പം എന്നോട് പറഞ്ഞു നീ ജസ്റ്റ് ബോൾ ചെയ്യ്, ഇന്ന് ജസ്റ്റ് ഒന്നുമില്ല, നെറ്റ്സ് ഉണ്ട്, നന്നായി വാമപ്പ് ചെയ്തോ, നെറ്റ്സ് ഉണ്ട്, ബോൾ ചെയ്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ ബോൾ ചെയ്തു. അപ്പോൾ അന്നത്തെ സെഷൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഷൂ ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന നേരം ഡ്രസ്സിങ് റൂമിൽ നിന്ന് ജസ്റ്റിൻ ലാങ്ങർ വിളിച്ചു, കമീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോ, എന്തിനാ ഞങ്ങളെ വിളിക്കുന്നത്, ഞങ്ങളൊരു ബോളറായിട്ട് വന്നതല്ലേ. അന്നാണ് ജസ്റ്റിൻ ലാങ്ങർ ഇത് പറഞ്ഞത്, ജിയാസും സാഹുവും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ശ്രീറാം സാറിനോട് ചോദിക്കാം, സാർ എന്താ പ്ലാൻ? വാ നമുക്ക് റൂമിലോട്ട് പോവാം. നേരെ ഹിൽട്ടൺ റൂമിലോട്ടാണ് പോകുന്നത്, 5 സ്റ്റാർ. അപ്പോൾ എവിടെ നിന്ന് ഞാനാണ് ഒറ്റ പോക്ക് പോയി. അവിടെ ഹിൽട്ടൻ്റെ മുന്നിൽ പോയി ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ ഇന്നലെ എവിടെയായിരുന്നു? അബുദാബിയിലൊരു ബെഡ് സ്പേസ്. മനസ്സിലായോ? ഒറ്റ ദിവസം അന്നെന്നോട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ശ്രീറാം സാറ്, ഞാൻ, ഗെവിൻ, മാനേജർ, പ്രദീപ് സാഹു, 4 പേര് ഞങ്ങളോട് കൂടെ എന്ന് പറഞ്ഞു. 3 വർഷം ഞങ്ങൾ കോൺട്രാക്ട് തരാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചു. ഞാനൊരൊറ്റ കരച്ചിൽ, റെഡിയാണോന്നോ. അപ്പോൾ അത് വലിയൊരു സംഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എന്താ പറയുക, ഒരു ടീം മേറ്റിനെ അവരെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ ട്രീറ്റ്മെൻറ്റ്. യാത്ര, അതുപോലെ അവരുടെ കൂടെ താമസം, അവരുടെ കൂടെ എൻ്റർടൈൻമെൻറ്റ്, എല്ലാം
അൽഹംദുലില്ലാ ദുബായ് വന്നു. ഇന്ത്യയിൽ 2-3 ടൂറ് വന്നപ്പോൾ വിളിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ പോയി. 2019 വേൾഡ് കപ്പ് ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഓസ്ട്രേലിയൻ ടീമുമായിട്ടുള്ള ഒരു ബെസ്റ്റ് മൊമെന്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മൊമെന്റ് നിങ്ങൾക്ക് ഓർത്ത് പറയാൻ പറ്റും? ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിൻ്റെ സമയമാണ്. ആ ഒരു 2017, 18, 19 കല്യാണം. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഏത് ടൂറാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. ഏതോ ഒരു ടൂറിൻ്റെ എമൗണ്ട് വന്നു എൻ്റെ അക്കൗണ്ടിലോട്ട്. ടൂറിന്റെ എമൗണ്ട് അഡ്വാൻസ് അതെ അതെ, അത് ഓസ്ട്രേലിയയിൽ നിന്ന് അയക്കുന്നതാണ്. ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും. അത് പക്ഷേ എനിക്ക് 2 പ്രാവശ്യം വന്നു. അത് വലിയൊരു എമൗണ്ട് ആയിരുന്നു. 2 പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ കാശെല്ലാം ക്രെഡിറ്റ് ഇതായി. അപ്പം ഞാൻ മാനേജർ ഗവിനോട് പറഞ്ഞു, സാർ എനിക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ, ഇതെന്താ? ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു, പ്രദീപ് സാഹുവിനോട് ചോദിച്ചു. സാഹു പറഞ്ഞു 1 പ്രാവശ്യം വന്നിട്ടുള്ളൂ പറഞ്ഞു. അപ്പം ഗവിൻ പറഞ്ഞു അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഗവിൻ്റെ റൂമിൽ പോയിട്ട് സാറിന് മെസ്സേജസ് എല്ലാം കാണിച്ചു കൊടുത്തു. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്ത് പറയാമെന്ന് പറഞ്ഞു. അതവിടെ കഴിഞ്ഞു. ഓക്കെ, ചെക്ക് ചെയ്ത് പറയാമെന്ന് പറഞ്ഞു. ആ സീസൺ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഡേ എല്ലാവരും ഡ്രസ്സിങ് റൂമിൽ ഇരുന്ന് നമ്മൾ യാത്രയപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ നാട്ടിലോട്ട് പോവുകയാണ്. ഇനി അടുത്ത ടൂറിന് അവർ വിളിക്കും. അപ്പോൾ നാട്ടിലോട്ട് പോകുമ്പം ഹെഡ് കോച്ച് ജസ്റ്റിൻ ലാങ്ങർ ഒരുപാട് ഇങ്ങനെ അപ്രിസിയേറ്റ് ചെയ്യുകയാണ് നമ്മളെ. നമുക്ക് പ്രദീപ് സാഹുവും ജിയാസും എന്താ പറയുക, നമുക്ക് ഒരുപാട് ഹെൽപ്പ് നൽകി. അപ്പോൾ എത്ര പറഞ്ഞാലും നന്ദിയും മതിയാവില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ എല്ലാവരും ഉണ്ട്. റിക്കി പോണ്ടിങ് ഉണ്ട്, അതുപോലെ ഫുൾ ടീമിൻ്റെ മുന്നിൽ. ആ സമയത്ത് എനിക്കറിയില്ല ഈ ഇഷ്യൂ ജസ്റ്റിൻ ലാങ്ങർക്ക് അറിയാന്ന്. ഏത് ഇഷ്യൂ? ഈ പണത്തിൻ്റെ ഇഷ്യൂ. ജസ്റ്റിൻ ലാങ്ങർ പ്രദീപ് സാഹുവിനെ ഫസ്റ്റ് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു ബട്ട് ദിസ് മാൻ, ഈ മാനിനെ കുറിച്ച് എനിക്കൊരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അടുത്ത് പിടിച്ചിട്ട് എല്ലാവരും പറയാണ്, ഇവൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു ട്രാൻസ്ഫർ, ഒരു ബിഗ് എമൗണ്ട് ട്രാൻസ്ഫർ 2 പ്രാവശ്യം വന്നിട്ടും അത് വന്ന ആ സമയത്ത് തന്നെ അവൻ ഒരുപാട് പണത്തിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടായിട്ടും, കല്യാണ സമയമാണ്, ആവശ്യങ്ങൾ ഉണ്ടായിട്ടും ഇവൻ നേരെ നമ്മുടെ മാനേജറുടെ അടുത്ത് പോയി പറഞ്ഞു, അത് തിരിച്ചെടുത്തു, തിരിച്ചു കൊടുത്തു. ഇത് എത്ര പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇത് ഇയാളെങ്ങനെ അറിഞ്ഞു? കാരണം ഗവിൻ അവരോട് സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ഷോക്കായി പോയി. ഞാൻ ഇതെങ്ങനെ ഇയാൾ അറിഞ്ഞു? ഞാനൊരു ഒരു സത്യം ചെയ്തതായിരിക്കാം. സത്യം ചെയ്തപ്പോൾ ഈയുടെ ക്യാരക്ടറിലുള്ള ഒരു കാര്യമായിരിക്കും. സോ യു ഡോണ്ട് ലൈക്ക് അതെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും? ഒന്നും തോന്നിയില്ല. പക്ഷെ ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരും ക്ലാപ്പ് ചെയ്തു. എല്ലാ മുന്നിലിരിക്കുന്ന എല്ലാ പ്ലെയേഴ്സ്, മാനേജ്മെന്റ്, അതോ ഹെഡ് കോച്ച് മൈക്ക് അസിയും റിക്കി പോണ്ടിയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഫീൽഡിംഗ് കോച്ച്, ബാറ്റിംഗ് കോച്ച്, അവരൊക്കെ ക്ലാപ്പ് ചെയ്ത അവിടെ എൻ്റെ ക്യാരക്ടറെ അങ്ങ് മാറി. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വലിയൊരു പാഠമാണ്. സത്യം ചെയ്താൽ എന്തോ ഒരു സാധനം നിങ്ങൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ആ പണത്തിനെക്കാട്ടും വലിയ വാല്യൂ നിങ്ങൾക്ക് ആ സത്യസന്ധതയ്ക്ക്. തീർച്ചയായിട്ടും. അദ്ദേഹം എന്നിട്ട് എന്താ അറിയോ, ഒരു പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട് ജസ്റ്റിൻ ലാങ്ങർ. ഈ സംഭവം എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു A4 പേപ്പർ ഷീറ്റിൽ ഞാനത് ഫ്രെയിം ചെയ്ത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ സംഭവം നിങ്ങൾ ആ കാശ് തിരിച്ചു കൊടുത്തത് നിങ്ങളുടെ വലിയൊരു ക്യാരക്ടറിനെ കാണിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ വേറെ ആർക്കെങ്കിലും കിട്ടുമോ ബ്രോ? അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് ഓർത്തത്, നമ്മുടെ നേരത്തെ കോൺവെർസേഷനിൽ ഒരു ജേഴ്സി മേടിച്ച് വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലായിടത്തും സൈൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ജേഴ്സി മേടിച്ചു. ഞാൻ ആ സമയത്ത് 2017-18 സമയത്ത് മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി കളിക്കുക എറണാകുളത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദുബായിലോട്ട് പാകിസ്ഥാനിന് എഗെയിൻസ്റ്റ് അവരെ വിളിച്ചു. അപ്പോൾ ഒരു ദിവസം രാത്രി എനിക്ക് തോന്നുന്നു പോകുന്നതിൻ്റെ ലാസ്റ്റ് ദിവസമാണ്, ഞാൻ ആ മാസ്റ്റേഴ്സ് ടീമിൻ്റെ എല്ലാവരുടെയും പേര്, ആ ജേഴ്സിൻ്റെ ഒരു വൈറ്റ് ജേഴ്സി, അതിൻ്റെ മുകളിൽ എല്ലാ ഓസ്ട്രേലിയൻ ടീം പ്ലേയേഴ്സിൻ്റെയും പേര് എഴുതിയിട്ട് നാളെ അവരോട് സൈൻ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയി. നമുക്ക് എല്ലാവരുടെയും മുന്നിൽ പോയിട്ട് ഒരു സൈൻ എന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ഞാൻ ബാഗിലൊക്കെ ഇട്ട് പോവുകയാണ്. നാളെ ലാസ്റ്റ് ദിവസമാണ്. അപ്പം പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി ജേഴ്സി, ഇനി സൈൻ വാങ്ങാമെന്ന് വിചാരിച്ചു പോകുന്ന സമയത്ത്
ടീം പെയിൻ ആണ് ക്യാപ്റ്റൻ ആ സമയത്ത്, ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ. ഇവര് അവരുടെ ജേഴ്സിയിൽ, ആ ഒരു ഓസ്ട്രേലിയൻ ടീമിന്റെ ടെസ്റ്റ് ജേഴ്സിയിൽ എല്ലാവരും സൈൻ ചെയ്ത ഒരു ടെസ്റ്റ് കുപ്പായം ഇങ്ങോട്ട് തന്നു. ഓ, അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചം. കാരണം ലൈക്ക് വി ഹാവ് എ പ്ലാൻ, പക്ഷെ ഗോഡ് ഹാസ് അനദർ പ്ലാൻ. കറക്റ്റ്, തീർച്ചയായിട്ടും. അതും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇപ്പം പറയാനിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എന്താ ഇത് നടക്കുന്നേ, എന്തൊക്കെയോ ഇത് കണക്റ്റ് ആവുന്നുണ്ട്. മനസ്സിലായോ? ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. എന്താണ് താങ്കളുടെ ജിയാസിന്റെ ഒരു മീനിങ്, ലൈക്ക് ഫിലോസഫിക്കൽ ആണെന്നുണ്ടെങ്കിലും ഇമാജിനേഷനിലാണെന്നുണ്ടെങ്കിലും ജീവിതത്തിന് എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുക, സത്യസന്ധമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക, എവിടെയായാലും സത്യം ചെയ്തുകൊണ്ടിരിക്കുക. കളവ് എന്തിനാ പറയുന്നത്? കളവ് പറയാൻ സത്യം അങ്ങ് തുറന്നു പറയാ. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ച് സമയത്തേ ഉണ്ടാവുള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ സത്യം പറയുന്നവർക്ക് ജീവിക്കാൻ ഇച്ചിരി പാടാന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യമുണ്ട്. പക്ഷേ ലൈക്ക് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. സത്യം ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് കിട്ടും, തിരിച്ച് കിട്ടിയിരിക്കാം. കള്ളം ചെയ്താൽ അതിനുള്ളത് കിട്ടും, അത് കിട്ടും. കള്ളം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ചിലപ്പം കള്ളം ചെയ്യുമ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ഭയങ്കര കള്ളം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് മോശമായ രീതിയിലും സാമ്പത്തികവും ശാരീരികവുമായ മോശമായ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ അതിനുള്ള ഒരു പണി കിട്ടും. അന്ന് കിട്ടുമ്പോൾ ആണ് നിങ്ങൾ വിചാരിക്കുന്നത്, അയ്യോ ഇത് ഒരുപാട് ഞാൻ കളവ് ചെയ്തതിൻ്റെ ശിക്ഷയായിരിക്കാമെന്ന്. അതേപോലെ തന്നെയാണ് സത്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായേക്കാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പക്ഷെ ഒരു ദിവസം ഒരു സാധനം കിട്ടും, അതിനുള്ള റിവാർഡ് കിട്ടും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു പക്ഷേ ഞാൻ സത്യങ്ങൾ ചെയ്തതിൻ്റെ റിവാർഡ് ആയേക്കാം. ഇതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് പറയാനുള്ളത്. സത്യസന്ധമായി ജീവിക്കുക. ഇതാണ് ഒരു കോച്ച് എന്നുള്ള നിലയിലും ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഗ്രേറ്റ്, കുട്ടികൾക്ക് ഈ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. ഞാനൊരു ഇത്തിരി ഹാപ്പിയാണ്. ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കുട്ടികളെ കാണുകയാണ്. മനസ്സിലായോ? ഒരുപാട് ഡിഫറെൻറ്റ് സ്വഭാവം. 10 വയസ്സുണ്ട്, 8 വയസ്സുണ്ട്, 15 വയസ്സ്, 19 വയസ്സ്. ഈ സമയത്തെല്ലാം ഞാനും പഠിക്കുകയാണ് ഈ കുട്ടിയോട് എങ്ങനെ പെരുമാറണം, മനസ്സിലായോ? ഈ കുട്ടിയെ എങ്ങനെ നന്നാക്കാം. ഇപ്പം 10 വയസ്സുള്ള ഒരു കുട്ടിയോട് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ഒരു 20 വയസ്സുകാരനോട് ഞാൻ പെരുമാറുന്നത്. അപ്പം അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠമാണ്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ്. എല്ലാവരെയും എനിക്ക് ഹാപ്പി ആക്കണം, അല്ലേ? ചില സമയത്ത് ഒരു നല്ലൊരു സീനിയർ പ്ലെയർ വന്നാൽ, ബോളിങ്ങിന് വന്നാൽ ഞാനിങ്ങനെ ബാക്കിൽ നിൽക്കുകയുള്ളൂ. ഞാൻ ചെറിയ ചെറിയ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. പക്ഷെ അതൊരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവൻ്റെ കൂടെ നിന്ന് ചെയ്യിപ്പിക്കണം. ഇതിങ്ങനെ കറക്കണം, ഇങ്ങനെ വിടണം, തല ഇങ്ങനെ യൂസ് ചെയ്യണം. ഇതാണ് ഒരു കോച്ച് എന്നുള്ള നിലയിൽ. എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ഒരു ICCയുടെ ബേസ് ലെവൽ ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഒരു കോച്ചായിട്ട്. ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നത്, എക്സ്പീരിയൻസ് മതി. എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ജീവിതത്തിലെ പാഠങ്ങളും നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറല്ലേ ഇത് സൈനും സർട്ടിഫിക്കറ്റ്. ഓക്കെ, നിങ്ങൾക്ക് വലിയ എന്തോ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ അത് ചെയ്യാനും കാണിക്കാനും നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്താ വാല്യൂ? ഓക്കെ നിങ്ങൾക്ക് വലിയ ഓരോരോ സ്ഥാപനങ്ങളിൽ കയറണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. വരുന്ന വർഷങ്ങളിൽ ഞാൻ കോച്ചിങ് ലെവലിൽ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കും. പക്ഷെ എക്സ്പീരിയൻസ് ആണ് ബൈ. എക്സ്പീരിയൻസ് വിത്ത് സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾക്ക് കയറിപ്പോ. തീർച്ചയായിട്ടും. ഞാൻ കുട്ടികളുടെ കാര്യം ചോദിക്കുന്നു. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിനാണെങ്കിൽ പോലും അത് അവെയർ അല്ല. കുട്ടികൾക്ക് ഈ സ്പോർട്സ് ആയിട്ടുള്ള കാര്യങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലോ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ. ജിയാസിന് ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടോ ഇവിടെ ഇപ്പം ഈ അക്കാഡമിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഇപ്പോൾ കൂടുതലും 1-to-1 സെഷൻ എടുക്കുന്നത്. അതായത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒരു കുട്ടിക്ക് ബാറ്റിംഗ്, ബോളിംഗ്, ക്രിക്കറ്റ് ആക്ടിവിറ്റീസ്, ഫീൽഡിംഗ്, ഫിറ്റ്നസ് എന്താണെന്ന് അവനെ എല്ലാ രീതിയിലും 1.5 മണിക്കൂറോ 1 മണിക്കൂറോ രീതിയിൽ പഠിപ്പിക്കും. ഇപ്പോൾ കുട്ടികൾ ഒരുപാട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കുട്ടികൾ ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ ഒരുപാടുണ്ട്, അല്ലേ? ഫോൺ അഡിക്ഷൻ, അതേപോലെ തന്നെ ഗെയിമിങ് പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പാരൻസും ഹാപ്പിയാണ്. കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, ആസ് എ ക്രിക്കറ്റർ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ കൊടുക്കുന്നേരം അത് ഒരുപാട് ഹാപ്പിയാണ് കുട്ടികളും.
അപ്പോൾ ഇവിടെ ഞാൻ കൂടുതലും 1-to-1. ഇപ്പോൾ ഞാൻ സ്പോർട്ടിഫ് ക്രിക്കറ്റ് അക്കാഡമിയിലാണ് ചെയ്യുന്നത്. ആഹ് എനിക്ക് എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ബുക്ക് ചെയ്യും. അങ്ങനെ വൈകിട്ട് ഒരു 3-4 1-to-1 സെഷൻ. അതോടൊപ്പം BMW-ൻ്റെ ഈ മാച്ചസ് ഉണ്ട്, പ്രാക്ടീസ്. അവരുടെ പ്രാക്ടീസ് വേറെ സ്ഥലത്താണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അവിടെ പോയി ചെയ്യും. അപ്പോൾ ഇത് ക്യാൻസലാക്കും. അപ്പോൾ നല്ലൊരു ഇതായിട്ട് പോകുന്നുണ്ട്. കുട്ടികളുടെ സെഷൻ അവിടെ വലിയവരാണ്. അപ്പോൾ വലിയവരുടെ വേറെ എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റും, അവരുടെ കൂടെ എൻജോയ് ചെയ്യും വർക്ക് ചെയ്യുമ്പോൾ. ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടികളുടെ ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ ഒരു ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ഈ ഒരു ഫോണിന് അഡിക്ഷനും അതേപോലെ തന്നെ ഗെയിമിങ് പിള്ളേർക്ക് കൂടുതലും ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിനോടോ സ്പോർട്സിനോടോ താല്പര്യം ഇല്ലാണ്ട് വരികയാണ്. സോ ഈ ഒരു ജനറേഷനിൽ ഇവർക്ക് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഇത് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും അവർക്ക് എന്താ പറയുക, ഒരു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഗ്രൗണ്ടിലോട്ട് വന്ന് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ഇപ്പം എങ്ങനെ ഞാൻ പറയാം, അവരുടെ ബ്രെയിൻ ഒരുപാട് അതെ ബ്രെയിൻ ഒരു മെന്റലി അവർക്ക് ഒരുപാട് സോഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതെ ശാരീരികമായിട്ട് അവരുടെ ഹെൽത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രിക്കറ്റ്, ഏതൊരു സ്പോർട്ട് തന്നെ ആവട്ടെ, ജീവിതത്തിൽ എന്താണ് ജയം, എന്താണ് തോൽവി, അതും അവരെ പഠിപ്പിക്കാനല്ലേ. അപ്പോൾ നമ്മൾ മാച്ചസിന് കൊണ്ടുപോകും. അതെ 10 വയസ്സിലൊക്കെ അവർ പഠിക്കുകയാണ്, ഇങ്ങനെ ഓടി കയറിയാൽ എനിക്ക് റണ്ണ് കിട്ടുള്ളൂ, ഓടി കയറിയില്ലെങ്കിൽ റൺ ഔട്ട് ആയാൽ ഞാൻ ഔട്ടായി, അവിടെ തോൽവിയാണ്. അപ്പോൾ അവർ ജയവും തോൽവി എന്താണ്, ആ ജയത്തിന് വേണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഒരു അർത്ഥത്തിൽ നോക്കുകയാണ് ക്രിക്കറ്റ് അല്ലേ. ഇപ്പോൾ ഒരു ബോളറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവന് വൈഡ് എറിയാൻ പറ്റില്ല. വൈഡ് എറിഞ്ഞാൽ അത് ഓപ്പോണന്റ് ടീമിന് ഒരു റണ്ണ് കിട്ടുകയാണ്. അപ്പം വൈഡ് എറിയാതെ എനിക്കൊരു സ്ഥലത്ത് എറിഞ്ഞേ പറ്റുള്ളൂ, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം നല്ലൊരു പോസിറ്റീവ് ഒരു ലക്ഷ്യം കിട്ടുമല്ലേ. കുഞ്ഞിലേ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുകയാണ്. നമുക്ക് ഇപ്പം മെയിൻ പോയിന്റ് ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾ ഒരു സ്പോർട്സിലേക്ക് നമ്മുടെ കുട്ടികൾ ഒരു സ്പോർട്സിലേക്ക് ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ലൈഫിൽ അവർ വിന്നും ലോസും അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താ അപ്പ് ആൻഡ് ഡൗൺ. എക്സാക്ട്ലി ആ ഒരു ഫെയിലിയറും സക്സസും മനസ്സിലാവുകയാണ്. അത് ടാക്ടിൽ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അവർക്ക് ഗ്രോ ആവും. തീർച്ചയായും നമ്മൾ ഈ ഫോണിൽ കളിച്ചിരിക്കുന്ന സമയത്തും നമ്മൾ ഈ അല്ലാണ്ട് ഗെയിം കണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബോ ഇതൊന്നും കിട്ടില്ല. അവർക്ക് ആ ഒരു കംപ്ലീറ്റ്ലി പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത്. സോ ലൈക്ക് ആസ് എ കോച്ച് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അതുപോലെ തന്നെ വലിയൊരു കാര്യമാണ്. സോ കീപ് ഗോയിങ് വിത്ത് ദാറ്റ്. തീർച്ചയായിട്ടും എൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഇത്. ഇത്രയും ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഏതെങ്കിലും കുട്ടികൾ ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ പിന്നെ പറഞ്ഞുതരാമെന്ന് പറയും, നോക്കിയിട്ട് പറയാമെന്ന് പറയും. അത് വളരെ കുറവാണ്. പക്ഷെ എന്തെങ്കിലും ചോദിക്കുന്നേരം അത് എൻ്റെ ലൈഫിൽ നടന്നതാണല്ലോ, അപ്പോൾ അത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കും. അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഈ എപ്പോഴെങ്കിലും മുന്നോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടോ, അഥവാ ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ 2 വർഷം വരെ ഓരോരുത്തരോട് ചോദിക്കായിരുന്നു. ഓരോ വ്യക്തികളോട് എൻ്റെ അടുത്ത് കുറേ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. ചിലരൊക്കെ റിപ്ലൈ തരും, ചിലർ റിപ്ലൈ തരില്ല. ചില കോച്ചസൊക്കെ നോക്കാമെന്ന് പറയും, ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അറിയിക്കാമെന്ന് പറയും. പക്ഷേ നമ്മുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നില്ല അതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന്. അതെങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താ അറിയോ, വാതിൽ മുട്ടിക്കൊണ്ടൊറിക്കും ഒരു ദിവസം തുറക്കുന്നല്ലേ. ഞാനപ്പം അങ്ങനല്ല ചിന്തിക്കുന്നത്. എൻ്റെ വാതിൽ ഓപ്പൺ ആണ്, മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ല. എൻ്റെ വാതിൽ ഞാൻ റെഡിയാണ്. ആരെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കി തരണം. എനിക്ക് ആ ചാൻസ് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് ഇപ്പം പിടിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. ലൈഫിൽ ഓരോരുത്തടത്തും ഓപ്പർച്യൂണിറ്റീസ് അങ്ങോട്ട് ചോദിച്ചു പോകുന്നതിന് പകരം നമുക്ക് വേണ്ടി ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, അത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടവർ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു തരും. അതാണ് ഇപ്പം നിങ്ങൾ അതാണ് ഞാൻ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഞാൻ ഈ ചോദിക്കുന്നത് നിർത്തി. അങ്ങനെയാണ് ഈ BMW ഒക്കെ പോകുന്നത്. അതെ, ഞാൻ ചോദിക്കൽ നിർത്തി. കാരണം ചേട്ടാ എന്തെങ്കിലും ചാൻസ് ഉണ്ട് ചേട്ടാ, എനിക്ക് നന്നായി കളിക്കണം ചേട്ടാ, അല്ലെങ്കിൽ സാർ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി താ സാർ. ഇതിങ്ങനെ ചോദിച്ച് ഞാൻ എന്തിനാ വെറുതെ. ഞാനിപ്പോൾ നന്നായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. BMW-ൻ്റെ ശ്രീബായി ഇങ്ങോട്ട് ചോദിച്ചു എന്നോട്, എടാ നിന്നെ അവിടെ കോച്ചാക്കട്ടെ, നിന്റെ കോച്ചിങ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, നിനക്ക് അവിടെ കളിക്കുകയും ചെയ്യാം, ഞാൻ സംസാരിക്കട്ടെ. അപ്പോൾ ശ്രീബായി സംസാരിച്ചു. ഞാനൊരു ദിവസം അവിടെ പോയി, എന്നോട് പറഞ്ഞു, നീയാണ് പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത്, നീ നോക്ക്, നിനക്ക് വേണ്ട. അങ്കൂർ സാർ എന്നോട് സംസാരിച്ചു, നിന്റെ ഷെഡ്യൂൾ അടിപൊളിയാണ്,
ആ ഒരു പ്രോസസ്സും ആ ഒരു ഫിറ്റ്നസ് ലെവൽ, എല്ലാവരും കുറച്ച് തടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും നീ കുറയ്ക്കണം തടിയെല്ലാം, എല്ലാവരുടെയും ലേസി മാറ്റിയെടുക്കണം. അവരുടെ ഇൻഹൗസ് ടീമിനെയാണോ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്? BMW ഒരു ക്രിക്കറ്റ് ടീമുണ്ട്, അതിപ്പോൾ 10-25ഓളം പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് മാക്സിമം അതൊരു 15-16 മെമ്പർ സ്ക്വാഡ് ആക്കിയിട്ട് ഒരു നല്ലൊരു ട്രെയിനിങ് സെഷനും ഒരുപാട് ടൂർണമെൻറ്റ്സും ഒക്കെ കളിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാനും ശ്രീബായും കളിക്കും, ഞാനും കളിക്കുന്നുണ്ട്. നല്ല നല്ല കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് അതിൽ. പിന്നെ BMW അറിയാമല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് ഡെവലപ്മെന്റ് ടീമാണ് എന്ത് ദുബായിലെ തന്നെ. യെസ്, ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ മുന്നിൽ പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും താഴെ നോക്കൂല. താഴെ നോക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്തോ ഒരു നല്ലത് വരാനായി. തിരിഞ്ഞു നോക്കാതൊക്കെ നടക്കുകയാണ്. തിരിഞ്ഞു നോക്കാതെ നടക്കുക. നമ്മൾ താഴേക്ക് ഞാൻ പഠിച്ചൊരു കാര്യം അത്. എന്തോ നമ്മളങ്ങനെ തളർത്തുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലടാ, അതെന്തോ ഒരു നല്ലതിനാണ്. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല, എനിക്കറിയില്ല. നെഗറ്റീവ്സൊക്കെ വരാം, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. പക്ഷേ ഞാൻ അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ? സോഷ്യൽ മീഡിയ എനിക്ക് കാരണം എന്താ പറഞ്ഞാൽ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. വൈകിട്ട് മാത്രമാണ് കോച്ചിങ് ഉള്ളത്. അപ്പം ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, ഞാൻ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദ ക്രിക്കറ്റ് കോർണർ വിത്ത് KK ജിയാസ് എന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു 2 വർഷമായിട്ടേ ഉള്ളൂ പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ തന്നെ അത് ഒന്നും ആഗ്രഹിച്ചൊന്നുമല്ല, അതെനിക്ക് ഇഷ്ടമാണ്, അത് എഡിറ്റ് ചെയ്യാനും. എനിക്ക് തോന്നുന്നു, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് ലൈക്ക് മുട്ടുവിൻ തുറക്കപ്പെടുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പം അങ്ങനെ ഒരു ജനറേഷനിലാണ് താമസിക്കുന്നത്, നിങ്ങൾക്കൊരു സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡെവലപ്പ് ചെയ്യുക, എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട ആൾക്കാർ നിങ്ങളെ ചൂസ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ, അങ്ങനത്തെ ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ സിനിമയിലാണെന്നുണ്ടെങ്കിൽ പോലും കഴിവുള്ള ആൾക്കാർ റീൽസ് ചെയ്തിട്ടൊക്കെയാണ്, റീൽസിൽ നിന്നൊക്കെ ഒരുപാട് പേര് മൂവീസിലേക്ക് എത്തിയിട്ടുണ്ട്. സോ സെയിം തിങ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോഷ്യൽ മീഡിയയിൽ, അത് നല്ലതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്കൊരു സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അത് വീഡിയോസ് ചെയ്യുക, അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് വേണ്ടവർ ഈ പറഞ്ഞ പോലെ നിങ്ങളെ ചൂസ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് നമ്മളെ ചെയ്യുന്ന അതിങ്ങനെ ആൾക്കാർക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. അതിനെ അത്രയേ ഉള്ളൂ. സോ ഓവറോൾ ജിയാസിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ലൈക്ക് ലൈഫിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പലതും ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫെയിലുവർ ആയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഹോപ്പിൽ വെച്ചിരിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരോട് ജിയാസിന് പറയാനുള്ള ഒരു ലാസ്റ്റ് ലൈൻ എന്താണ്? ലാസ്റ്റ് ലൈന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് എന്താ പറയുക, ആ 3 കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതുണ്ടെങ്കിൽ, ആ ഒരു വിശ്വാസവും ആ ഒരു പ്രോസസ്സും ആ ഒരു ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾ തേടി വരും. അത് ചിലപ്പം കുറച്ച് ലേറ്റ് ആവും, എന്താ പറയുക, വെയിറ്റ് ആൻഡ് ഡു ദ വർക്ക്. കറക്റ്റ്. കാരണം അതിനുള്ളൊരു പക്ഷേ ഫ്യൂച്ചറിൽ ഞാനൊരു വലിയ ലെവലിൽ കളിക്കാൻ പോയേക്കാം ഇപ്പോൾ. അപ്പോൾ നിനക്കത് മനസ്സിലാവും, അതിൻ്റെ ജിയാസ് അന്ന് പറഞ്ഞത് കറക്റ്റായിരുന്നു അല്ലേ. അപ്പോൾ അതൊരു പക്ഷേ നമ്മൾ ഇനിയും ഇരിക്കും. ഷുവർ, ഇൻഷാ അല്ലാഹ്. ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു ജിയാസ്. മനസ്സിലായെന്ന് വിചാരിക്കും നിങ്ങൾക്ക്. ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ ഷോർട്ട് ഫോമിൽ ഇതാണ്, ലൈഫിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കുക, ഒരു സിസ്റ്റം ഉണ്ടാക്കുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതേപോലെ തന്നെ വിശ്വസിക്കുക. എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, വിശ്വസിച്ച് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കുക. അതാണ് കൂട്ടുകാരോടും, ഫാമിലി, വൈഫ്, കുട്ടികൾ, അതുപോലെ തന്നെ നിന്റെ ടീച്ചേഴ്സ്, നിന്റെ ബ്രദേഴ്സ്, നിന്റെ എല്ലാവരോടും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക. ഒരു എന്താ പകയോ ഒരു വൈരാഗ്യമോ ഒന്നുമില്ലാതെ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് തുറന്ന് സംസാരിക്കുക, സത്യം സംസാരിക്കുക, സത്യം ചെയ്യുക, സത്യം തിരിച്ചു തരും. Mashallah. Thank you Jias, and thank you Sportif Academy for like having a great experience here. തീർച്ചയായിട്ടും. താങ്ക് യു സ്പോട്ടിഫ്, ആൻഡ് താങ്ക് യു. ബൈ.